മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മാക്സിമം ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് അന്ന് തന്നെ കാണുക. ഒരു തവണ കണ്ടാൽ പോരാ. കാരണം നിങ്ങൾ ഡിഗ്രിക്കൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പ്രോഗ്രാമിംഗ് പേപ്പറാണ് പൈത്തൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒരു 2-3 തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. മസ്റ്റായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഓരോ ദിവസവും ഇടുന്ന വീഡിയോ കണ്ട് അതേ ഡേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. വീഡിയോസ് മാക്സിമം ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് പൈത്തൺ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഹിസ്റ്ററി ഓഫ് പൈത്തൺ, scope of Python, what can I do with Python, who uses Python today, why do people use Python, installing Python, a sample code, Python code execution, running Python, Python basic. അതിൻ്റെ അകത്ത് വരുന്നത് വേരിയബിൾസ്, സ്ട്രിങ്സ്, ഡേറ്റ ടൈപ്പ്, അതുപോലെ തന്നെ ലൂപ്പ് വരുന്നുണ്ട്, പിന്നെ ഓപ്പറേറ്റേഴ്സും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പൈത്തൺ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നമ്മളെ സിലബസ് വന്നപ്പം തന്നെ എന്താണ് പൈത്തൺ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഒരു എന്ത് ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്? ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവോ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താന്ന്? കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഡെഫിനീഷൻ പറയുന്നുണ്ടായിരിക്കും. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയുവാണ്. ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ജനറൽ പർപ്പസ് ലാംഗ്വേജുകൾ ഏതൊക്കെയായിരുന്നു? സി പഠിച്ചിട്ടുണ്ടല്ലേ. സി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PHP ഒക്കെ എന്താ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അതുപോലെ പേള്, ഇതൊക്കെ എന്താണ് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ്. ഇനി പൈത്തണും ഒരു ജനറൽ പർപ്പസ് ആണെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് പൈത്തൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ആയത്? നമ്മൾ പൈത്തൺ യൂസ് ചെയ്ത് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻസുകളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസുകളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ അനാലിസിസ്, ഈ ഡേറ്റ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഡിഗ്രിക്ക് ഡേറ്റ മൈനിങ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഡേറ്റ മൈനിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു ടേമാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഡേറ്റ അനാലിസിസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പൈത്തണിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്ന സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻ, കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ ലാസ്റ്റ് ഡേറ്റ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആയത്. ഇനി പൈത്തൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ആണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. പൈത്തൺ എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. അത് കൂടാതെ പൈത്തൺ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേക്കുവാണ്? ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞേക്കുവാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതായിരുന്നു? PHP ആയിരുന്നു. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ PHP എന്ന് പറയുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എന്തായിരുന്നു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നൊന്ന് ഓർത്ത് നോക്കിയേ. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മുടെ HTML എന്ന് പറയുന്നത് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലയൻറ്റ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്. അപ്പം നമ്മുടെ പൈത്തൺ എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ പൈത്തൺ ജനറൽ പർപ്പസ് ആണ്, അതുപോലെ തന്നെ
സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടെയാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? പൈത്തൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതായത് പൈത്തണിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഇൻ്റർപ്രറ്റഡ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇൻ്റർപ്രറ്ററും കമ്പൈലറും നമ്മൾ ചെറിയ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അല്ലേ. ഇൻ്റർപ്രറ്ററിൻ്റെ അകത്ത് നമ്മൾ എന്താ 1 by 1 ആയിട്ടായിരിക്കും സോഴ്സ് കോഡിനെ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, പൈത്തൺ ഇൻ്റർപ്രറ്റഡ് ആണ് എങ്കിൽ അവിടെ കമ്പൈലർ ഇല്ലേ എന്ന്. ശരിക്കും പൈത്തണിൻ്റെ അകത്ത് കമ്പൈലർ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈലറിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ലാർജ് ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് കമ്പ്യൂട്ടേഷൻസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലറിൻ്റെ യൂസ് വരുന്നുള്ളൂ. സാധാരണ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പൈലറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ക്ലിയർ ആയോ? ഇനി ഇത് കൂടാതെ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക. പൈത്തൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈത്തൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? പൈത്തൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ലാസ്റ്റ് പൈത്തൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ 4 പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ് പൈത്തൺ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പൈത്തൻ്റെ ഒരു പവർ എന്താണെന്നുള്ളത്. കാരണം നിങ്ങൾ ഇത്രയും നാളും പഠിച്ച പ്രോഗ്രാമിംഗ് പേപ്പർ ഒന്നെങ്കിൽ അത് ജനറൽ പർപ്പസ് ആണെന്ന് പഠിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പഠിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജനറൽ പർപ്പസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ പൈത്തൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസും ആണ്, അതുപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ആണെന്ന് പറഞ്ഞു. ഇനി ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ നോക്കിയേ. നിങ്ങൾ ഇതിനൊന്ന് ജാവ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് സെമ്മിൽ ജാവ പഠിച്ചിട്ടുണ്ട്. ജാവ നിങ്ങൾ റൺ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഡയറക്റ്റായിട്ട് ജാവ റൺ ചെയ്യുമായിരുന്നോ ചെയ്തത്? അല്ലല്ലേ. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ജാവാസി എന്ന് കൊടുത്ത് കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്തതിന് ശേഷമായിരുന്നു റൺ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരുന്നല്ലോ PHP. നിങ്ങൾ കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. PHP നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോഗ്രാമിംഗ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്പൈലർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻ്റർപ്രറ്റഡ് ആയിരിക്കും. അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല? കമ്പൈലർ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഈ സ്ക്രിപ്റ്റിങ്ങും പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കുന്നതിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ എപ്പോഴും മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ഇൻസൈഡിലായിരിക്കും എഴുതി കൊടുക്കുന്നത്. PHP എങ്ങനെയല്ലേ നമ്മൾ എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്? PHP എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്? HTML-ൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് PHP എഴുതി കൊടുത്തിരുന്നത്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് ലാംഗ്വേജിൻ്റെ അകത്ത് ഒരു കമ്പൈലർ കാണും. അതുപോലെ തന്നെ ജനറൽ പർപ്പസിൻ്റെ അകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കുന്നതിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എപ്പോഴും അവിടെ കമ്പൈലർ യൂസ് ചെയ്യത്തില്ല, ഒരു ഇൻ്റർപ്രറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസൈഡിലായിരിക്കും നമ്മൾ എന്തെഴുതി കൊടുക്കുന്നത്? ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എഴുതി കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിൻ്റെ ഹിസ്റ്ററിയാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഏകദേശം 89 തന്നെ ഈ പൈത്തണിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 91 ഒഫീഷ്യലായിട്ട് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ഗെയ്ഡോ വാൻ റോസം ആണ്. പൈത്തൺ ഡെവലപ്പ് ചെയ്ത ആ പേര് ഒരിക്കലും മറക്കല്ലേ, ഗെയ്ഡോ വാൻ റോസം. പൈത്തൺ ഡെവലപ്പ് ചെയ്ത ആളാണ് ഗെയ്ഡോ വാൻ റോസമാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. 89 തന്നെ പൈത്തണിൻ്റെ ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. 91 ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. കാരണം
95-ലാണ് നമ്മുടെ ജാവ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ജാവയ്ക്ക് മുമ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു പൈത്തൺ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ജാവയുടെ അത്രയും പോപ്പുലാരിറ്റി ആ സമയത്ത് ഏത് ലാംഗ്വേജിന് കിട്ടിയില്ല, പൈത്തണ് കിട്ടിയില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ജാവയ്ക്ക് മുമ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആയിരുന്നു പൈത്തൺ. പൈത്തൺ ആരാണ് ഡെവലപ്പ് ചെയ്തത് പറഞ്ഞേ? ഗൈഡോ വാൻ റോസവ് ആയിരുന്നു പൈത്തൺ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത്. ആ പേര് മറക്കല്ല, ഗൈഡോ വാൻ റോസവ് ആണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. ഇനി ഈ ഗൈഡോ വാൻ റോസവ് എന്ന് പറയുന്നത് ഈ പേര് എന്തിനാണ് ഈ ലാംഗ്വേജിന് ഈ പേര് കൊടുത്തത്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നത്, ഇനി ഏതെങ്കിലും പൈത്തൺ എന്ന് പറഞ്ഞൊരു സ്നേക്ക് ഉള്ളത് കൊണ്ടല്ലേ, ഇനി ഏതെങ്കിലും ഒരു സ്നേക്കുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ എന്ന്. ശരിക്കും ഈ ബുക്കുകളിലൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം TV-യിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കോമിക് സീരീസ് ഉണ്ടായിരുന്നു, ഫ്ലൈയിങ് സർക്കസ്. അപ്പോൾ ആ ഫ്ലൈയിങ് സർക്കസിൻ്റെ ഡയറക്ടറായിരുന്നു മോണ്ടി പൈത്തൺ. അപ്പോൾ ആ മോണ്ടി പൈത്തൺ എന്നുള്ള പേരിൽ നിന്നാണ് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തതെന്നും പറയുന്നുണ്ട്. ഇനി വേറൊരു ഹിസ്റ്ററി പറയുന്നത്, ഇദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമിക് നോവലായിരുന്നു ഫ്ലൈയിങ് സർക്കസ് എന്നും പറയുന്നുണ്ട്. ആ നോവലിൻ്റെ ഓതറാണ് മോണ്ടി പൈത്തൺ. അങ്ങനെയാണ് പൈത്തൺ എന്നുള്ള പേരും എടുത്തതെന്ന് ഓർക്കുന്നുണ്ട്. എന്താണേലും മോണ്ടി പൈത്തൺ എന്നുള്ള പേരിൽ നിന്നാണ് പൈത്തൺ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് ഓർക്കുക. അതുപോലെ 91-ലാണ് ഇത് ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗൈഡോ വാൻ റോസവ് ആണ് ഇതിൻ്റെ ഡെവലപ്പർ. ഇനി ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഡെവലപ്പ് ചെയ്ത സമയം തൊട്ട് പൈത്തൺ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. നമ്മൾ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള 2 ലാംഗ്വേജുകൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 ലാംഗ്വേജ് അല്ല, ഒരു ലാംഗ്വേജും പഠിച്ചിട്ടുണ്ട്, ഒരു ഡേറ്റാബേസും പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ആ ലാംഗ്വേജ്? ഏതായിരുന്നു? PHP ആയിരുന്നു നമ്മൾ പഠിച്ച ഓപ്പൺ സോഴ്സ് അല്ലേ. ഡേറ്റാബേസ് ഏതായിരുന്നു? MySQL അല്ലേ. അപ്പം ഓപ്പൺ സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തായിരുന്നു ഓപ്പൺ സോഴ്സ്? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആയിരിക്കും അല്ലേ. നമുക്ക് സോഴ്സ് കോഡ് ഫ്രീലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ സോഴ്സ്. പൈത്തൺ ഡെവലപ്പ് ചെയ്ത ടൈം തൊട്ട് പൈത്തൺ എന്തായിരുന്നു? ഓപ്പൺ സോഴ്സ് ആയിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഓർക്കുമ്പോൾ നിങ്ങൾ ഒരാളെ മറന്നു പോകരുത്, ഗൈഡോ വാൻ റോസമ്മിനെ മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇതിൽ ഈ പിക്ചറിൽ കാണുന്ന ആളാണ് ഗൈഡോ വാൻ റോസം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡോ വാൻ റോസം ഈ പൈത്തൺ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സിലബസ് പറഞ്ഞപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ജാവയായിരുന്നു, അതിൻ്റെ കോഡുകളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നും പറഞ്ഞു അല്ലേ. പക്ഷേങ്കിൽ സാധാരണ ഒരു ബിഗിനർ പ്രോഗ്രാമറിന് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്നുദ്ദേശിച്ചിട്ടാണ് പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഈ ഗൈഡോ വാൻ റോസം പറഞ്ഞത്. അടുത്തത്, പൈത്തൺ ശരിക്കും എന്തിനു വേണ്ടിയാണ് ഗൈഡോ വാൻ റോസം പൈത്തൺ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു അമീബ എന്ന് പറയുന്നത്. അപ്പം അമീബ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈത്തൺ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ സാധാരണ സിയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെയൊക്കെ കോഡിങ് വരുന്നത് അല്ലേ. പക്ഷേ സിയിൽ കോഡിങ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അമീബ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ ഗൈഡോ വാൻ റോസം പൈത്തണ് ഡെവലപ്പ് ചെയ്തത്. വേറൊരു എയിമും കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ കോഡിങ് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം എന്നൊരു നിർബന്ധം ഗൈഡോ വാൻ റോസമ്മിനുണ്ടായിരുന്നു. അങ്ങനെയാണ് പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. ഇനി അടുത്ത സൈഡിലേക്ക് പോകാം. പൈത്തണിൻ്റെ സ്കോപ്പ് ഓഫ് പൈത്തൺ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പൈത്തൺ പ്രധാനമായിട്ടും സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സയൻസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സയൻസ് ഫീൽഡിൻ്റെ എക്സാമ്പിളാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ബയോ ഇൻഫർമാറ്റിക്സ്. കാരണം നിങ്ങൾ കേട്ട് കാണും, നമ്മളെ ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ട്രൈബൽ ഏരിയാസിലൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ATM കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സൗണ്ട് യൂസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ATM-ൽ നിന്ന് പൈസ
എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മുടെ മൂന്നാറിലൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഉടനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബയോ ഇൻഫർമാറ്റിക്സിലൊക്കെ പൈത്തണിൻ്റെ ഫീച്ചർ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ പൈത്തണിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യാം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടി പൈത്തൺ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂണിക്സ്. അതുപോലെ തന്നെ വെബ് ലോജിക്ക്, വെബ് സ്പിയറിലൊക്കെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടി. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം അല്ലേ? എൻറ്റയർ കൺട്രോളർ ഓഫ് എ സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സിസ്റ്റം അഡ്മിനാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജൈത്തൺ എന്ന് കിടക്കുന്നത് കണ്ടോ? ശരിക്കും പൈത്തൺ വിത്ത് ജാവയാണ് ജൈത്തൺ എന്ന് പറയുന്നത്. പൈത്തണിൻ്റെ അകത്ത് ജാവയുടെ ഫീച്ചേഴ്സും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം പൈത്തണെ നമ്മൾ എന്താ വിളിക്കുന്നത്? ജൈത്തൺ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ പൈത്തൺ വേറൊരിടത്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈത്തൺ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സിസ്റ്റം പ്രോഗ്രാമിങ്, അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സിലബസ് തന്നപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ സെമ്മിൽ ലാബുള്ളത് പൈത്തണിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ GUI പ്രോഗ്രാമിങ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ജാവ യൂസ് ചെയ്ത് നമ്മൾ ഒത്തിരി GUI ചെയ്തിട്ടുണ്ട്. അതായത് യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണല്ലോ GUI പ്രോഗ്രാം. എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ബട്ടൺ, ഫോം യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമൊക്കെ എന്താ? GUI പ്രോഗ്രാമാണ് അല്ലേ? ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ എൻ്റർ ചെയ്യുന്നത് എന്താ? യൂസറാണ്. അപ്പോൾ അതൊരു GUI ആയി. അതുപോലെ GUI പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈത്തൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് പൈത്തൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കമ്പോണൻറ്റ് ഇൻ്റഗ്രേഷൻ, ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റാബേസുമായിട്ട് പൈത്തൺ കോമ്പാറ്റബിൾ ആകും. അതുകൊണ്ടാണ് ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി പൈത്തൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ പോപ്പുലറായിട്ട് പൈത്തൺ ഗെയിമിങ്, അതുപോലെ തന്നെ XML, റോബോട്ടിക്സിലും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതാണ്. പൈത്തൺ എന്തുകൊണ്ടാണ് ഇപ്പം യൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി കമ്പനികൾ, IT കമ്പനികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പൈത്തൺ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗൂഗിളിലെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് പൈത്തണാണ് യൂസ് ചെയ്യുന്നത്. പൈത്തൺ യൂസ് ചെയ്യുന്ന സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ യൂസ് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അതുപോലെ യൂട്യൂബിൽ നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ISRO ഇസ്രായേൽ നമ്മൾ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. GIS മാപ്പിങ്ങിന് വേണ്ടിയിട്ട് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളാണല്ലോ ഇൻ്റൽ, സിസ്കോ, HP, അവരൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പൈത്തൺ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഗൂഗിൾ പൈത്തൺ ഫോളോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് പൈത്തൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IBM, സിസ്കോ, HP, ഇൻ്റലൊക്കെ ടെസ്റ്റിങ്ങിന് വേണ്ടി, ഹാർഡ്വെയർ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് പൈത്തൺ എന്നാണ് പറഞ്ഞത് അല്ലേ? പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണെന്ന് നമുക്ക് പറയാം അല്ലേ? ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറയാൻ കാരണം എന്താ? പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റഡ് ആണ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ജനറൽ പർപ്പസും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എങ്കിൽ അതിൻ്റെ അകത്തൊരു കമ്പൈലർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ആണ്. അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസൈഡിലായിരിക്കും എഴുതി കൊടുക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് പൈത്തണിൻ്റെ ഹിസ്റ്ററിയാണ്. ആരായിരുന്നു പൈത്തണിൻ്റെ ഡെവലപ്പർ? ഗൈഡോ വാൻ റോസോ ആയിരുന്നു പൈത്തണിൻ്റെ ഡെവലപ്പർ. 91 ഒഫീഷ്യലായിട്ട് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 89 തന്നെ പൈത്തൺ എന്നുള്ള ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒഫീഷ്യലായിട്ട് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 91
ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് ഓഫ് അൺറസം പൈത്തൺ ഡെവലപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയായിരുന്നു? അമീബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൺ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ ഈ ലാംഗ്വേജിന് ഒരു ഫീച്ചർ ഉണ്ടല്ലേ, ഏറ്റവും പ്രോഗ്രാമിങ്ങിലെ ഒരു ബിഗിനറിന് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കോഡിംഗ് ആണ് പൈത്തൻ്റെ എന്ന് പറഞ്ഞു. ഇനി പൈത്തൻ്റെ സ്കോപ്പ്, എവിടെയൊക്കെയാണ് പൈത്തൺ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എവിടെയൊക്കെയായിരുന്നു? സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പൈത്തൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നുണ്ട്? സിസ്റ്റം പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, GUI പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പോണൻ്റ് ഇൻ്റഗ്രേഷന്, ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ ഗെയിമിങ്ങിന്, റോബോട്ടിക്സിലുമൊക്കെ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ ഇന്ന് പ്രധാനമായിട്ട് ഗൂഗിള്, യൂട്യൂബ് പോലുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. IBM, സിസ്കോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നിങ്ങൾ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. അതിനുശേഷം നോട്ട് പ്രിപ്പയർ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. അത് പെൻഡിങ്ങിൽ ഇടരുത്. അപ്പം താങ്ക് യു.